ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞാണ് എടുക്കുന്നത്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചോ ഗ്രൈൻഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം ഇതെല്ലാം നല്ലപോലെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക. അപ്പം അത്രയും സമയം ചെമ്മീനൊന്ന് റെസ്റ്റ് ചെയ്യാനും കിട്ടും. അപ്പം അതുകൊണ്ടാണ് ചെമ്മീൻ ആദ്യം തന്നെ പുരട്ടിയൊക്കെ വെച്ചത്. അപ്പം നമുക്കിങ്ങനെ ഇതിലിങ്ങനെ ചടപടയെന്ന് കാണുമെങ്കിലും കുറച്ച് സമയം എടുക്കോട്ടെ അതൊക്കെ അരിഞ്ഞ് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പം അതൊക്കെ ഇപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിയുമ്പോഴേക്കും നമ്മൾ ചെമ്മീൻ വറക്കാനിടും. അപ്പോഴേക്കും ചെമ്മീനിൽ ഉപ്പൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഗ്രേവിയിലൊക്കെ അത് നോക്കിയിട്ട് അനുസരിച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെമ്മീൻ വറക്കാനിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതേ ചട്ടിയിൽ തന്നെ നമ്മൾ ഗ്രേവി റെഡിയാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് ഒരു എന്താ പറയുക, നല്ലപോലെ ഫ്രൈ ആക്കണ്ട, കുറച്ചൊരു ഹാഫ് കുക്ക്ഡ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെമ്മീൻ എടുക്കാം. കാരണം ഗ്രേവിയിൽ കിടന്നിട്ട് കുറച്ച് നേരം കൂടി നമ്മളത് വേവിക്കും. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട്